ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു മാംഗോ പുഡിംഗ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള മാങ്ങയാണ് കേട്ടോ. കുറച്ച് വലിപ്പമുള്ള തരത്തിലുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മാങ്ങയാണ് നമുക്ക് ഈ ഒരു പുഡിങ്ങിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അത് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മാങ്ങയ്ക്ക് നല്ല മധുരം അതേപോലെ തന്നെ നാരുകൾ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ മാങ്ങ എടുക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടി നല്ലതായിരിക്കും. അതിനത് മാങ്ങയൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. ഞാൻ ഏകദേശം 1/2 ലിറ്ററോളം പാല് എടുത്തിട്ടുണ്ട്. നമുക്ക് പാക്കറ്റ് പാലോ അതല്ലാന്നുണ്ടെങ്കിൽ പശുവും പാലോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ എടുത്തുള്ളത് ഏകദേശം 1 ഗ്ലാസ് പഞ്ചസാര മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാരയുടെ അളവും കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതേപോലൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് പാല് ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ നമ്മൾ മുഴുവനായിട്ട് പാല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് തന്നെ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതേപോലെ കുറച്ച് പാല് ചേർത്തിട്ട് ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു 1/2 ലിറ്റർ പാലിൽ നിന്നാണ് കേട്ടോ ഈ ഒരു കോൺഫ്ലവർ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പാലെടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് മിക്സ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ചും കൂടി പാല് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസും അതേപോലെ തന്നെ കുറേശ്ശായിട്ട് പഞ്ചസാരയും കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇത് അടിച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ടകൾ ഇല്ലാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 സെക്ഷനായിട്ടാണ് കേട്ടോ ഈ ഒരു മാങ്ങ ഫുള്ളായിട്ടും ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതേപോലെ കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ആദ്യം തന്നെ മുഴുവനായിട്ട് പാലൊഴിക്കാതെ കുറേശ്ശെ പാല് ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. അങ്ങനെ ആദ്യത്തെ സെക്ഷൻ്റെ അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതേപോലത്തെ ഒരു പാനിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും കട്ടകളില്ലാത്ത രീതിയിൽ നല്ല ക്രീം പരുവത്തിലാണ് കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കുറച്ചിങ്ങനെ തിക്കായിട്ട് ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. അങ്ങനെ രണ്ടാമത്തെ സെക്ഷനും ദേ നമ്മൾ അരച്ചെടുത്തത് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റൗവിലേക്ക് വെക്കാം. ഇനി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ കൈ വിടാതെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിൽ നിന്ന് നന്നായിട്ട് ബബിൾസ് വരുന്ന ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവിടാതെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് തിക്കായി വരും. ആ ഒരു സമയം വരെ ഇതേപോലെ കൈവിടാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട്.
ഇപ്പോൾ ഇതേ നമ്മുടെ ആ ഒരു മാംഗോൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിങ്ങനെ ഇറക്കി വയ്ക്കാം. അതിനുശേഷം ഇതേപോലത്തെ ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ് ഈ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂടാറുന്നതിന് മുൻപായിട്ട് തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. ഇനി ഇതേപോലെ ബാക്കിയുള്ള പുഡിങ് നമുക്ക് വേറെ ഏതെങ്കിലും ബൗളിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലോ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഗ്ലാസ്സിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. ഫ്രീസറിൽ വെക്കണമെന്നില്ല, നമുക്ക് താഴത്തെ ആ ഒരു സെക്ഷനിൽ വെച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അങ്ങനെ ദേ ഫുള്ളായിട്ട് നമ്മുടെ പുഡിങ് സെറ്റ് ആയതിന് ശേഷമുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതേപോലെ തന്നെ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു മാംഗോ പുഡിങ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.